ഈശോഏറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. എവർക്കും ഈശോയിൽ കൃപയും സമാധാനവും. അത്ഭുത സാക്ഷ്യങ്ങളുടെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചാരം നേടിയതോടുകൂടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അത്തരം പ്രചരണങ്ങൾ ധാരാളമായി നാം കാണുന്നു. നേരത്തെ പത്രങ്ങളിലും മാസികകളിലും ഒക്കെയാണ് അത്തരം കാര്യങ്ങൾ കണ്ടിരുന്നത്. അല്ലെങ്കിൽ നവനാളുകളിൽ കൃതജ്ഞതാ കത്തുകളായി അവ വായിക്കപ്പെട്ടിരുന്നു. യഥാർത്ഥത്തിൽ സാക്ഷ്യം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ നമുക്കുണ്ടാകണം. സാക്ഷ്യം പറയുന്നവരും കേൾക്കുന്നവരും അത്തരത്തിലൊരു ഉറപ്പുള്ള ധാരണയിൽ എത്തിച്ചേരുകയും വേണം. അത്ഭുത സാക്ഷ്യങ്ങളെ നാം എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? എന്താണ് സാക്ഷ്യങ്ങളുടെ പിന്നിലുള്ള ലക്ഷ്യം? ആ സാക്ഷ്യത്തിലൂടെ സംഭവിക്കുന്നത് എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ വാസ്തവത്തിൽ എന്താണ് ഒരു സാക്ഷ്യം എന്ന ബോധ്യം നമുക്ക് ആദ്യം ഉണ്ടാകണം. എന്തിനും ഏതിനും സാക്ഷ്യം പറയുന്നവരാണ് നമ്മൾ. കണ്ടു, കേട്ടു, അനുഭവിച്ചു എന്നൊക്കെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അങ്ങനെ മറ്റുള്ളവരോട് പറയും. എനിക്കിങ്ങനെ അനുഭവം ഉണ്ടായി എന്ന് നമ്മൾ പറയും. അങ്ങനെ ഈ അനുഭവങ്ങളിലൂടെ ആണ് മറ്റുള്ളവർ ഈ കാര്യത്തെ തിരിച്ചറിയുന്നത്. അതൊരു സിനിമ കാണുമ്പോൾ പോലും റിവ്യൂകൾ ആൾക്കാർ നോക്കും. ഓൺലൈനിൽ എന്തെങ്കിലും വാങ്ങിക്കാൻ നോക്കുമ്പോഴും ആളുകൾ അതിൻ്റെ റിവ്യൂ നോക്കും. എങ്ങനെയാണ് ആൾക്കാർ അനുഭവം പറയുന്നത്? കമൻറ്റ് ബോക്സ് നോക്കിയിട്ടാണ് ഈ പറയുന്നതിനെക്കുറിച്ചൊക്കെ ആളുകൾ ആദ്യ ഒരു ധാരണയിലെത്തുക. അത് മനുഷ്യപ്രകൃതമാണ്. എന്നാൽ ഈ സാക്ഷ്യം പറയുമ്പോഴും സാക്ഷ്യം കേൾക്കുമ്പോഴും വിശ്വാസത്തിൻ്റെ സാക്ഷ്യത്തെ സംബന്ധിച്ച് നമുക്ക് എന്ത് ബോധ്യമാണ് ഉണ്ടാകേണ്ടത് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ ഈ അനുഭവതലങ്ങൾ പാളിപ്പോകാനിടയുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മോശയെ ദൈവം തിരഞ്ഞെടുക്കുന്നു പുറപ്പാട് പുസ്തകത്തിൽ. പഴയ നിയമത്തിൽ ഉള്ള വിശദീകരണമാണ് പറയുന്നത്. മോശയെ ദൈവം അങ്ങനെ തിരഞ്ഞെടുത്ത് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിക്കാൻ അയക്കുമ്പോൾ മോശ അവിടെ ചെന്നിട്ട് ഫറവോയോട് പറഞ്ഞാൽ ഫറവോ അവരെ തിരികെ വിടുമെന്ന് മോശയ്ക്ക് പ്രതീക്ഷയില്ല. ദൈവം പറയാണ്, നീ ഫറവോയുടെ മുമ്പിൽ പോകണം, ഫറവോയോട് പറയണം. പക്ഷേ ഫറവോ അതെങ്ങനെയാണ് കേൾക്കുന്നത്? അവിടെയാണ് മോശയിലൂടെ പ്രവർത്തിക്കാൻ ദൈവം അടയാളങ്ങൾ ഉണ്ടാക്കും. അതിൽ രണ്ടടയാളങ്ങൾ ദൈവം മോശയെ ആദ്യമേ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ അടയാളം, മോശയുടെ കയ്യിലിരിക്കുന്ന വടി നിലത്തിടാൻ പറയുന്നു. മോശ ആ വടി നിലത്തിടുന്നു. അത് പാമ്പായി മാറുന്നു. മോശയുടെ ദൈവം പറയുന്നു, ആ പാമ്പിൻ്റെ വാരി പിടിക്കാൻ പറയുന്നു. വാരി പിടിക്കുന്നു. വാരി പിടിക്കുമ്പോൾ അത് വടിയായിട്ട് മാറും. വീണ്ടും മോശയോട് പറയുന്നതിൻ്റെ കൈ നെഞ്ചിൽ വയ്ക്കുക. നെഞ്ചിൽ വയ്ക്കുന്നു. കൈ തിരികെടുക്കുമ്പോൾ അത് മഞ്ഞുപോലെ വെളുത്ത് കുഷ്ഠം ബാധിച്ചതായി കാണുന്നു. വീണ്ടും ഒന്നുകൂടി അങ്ങനെ നെഞ്ചിൽ വയ്ക്കാൻ പറയുന്നു. നെഞ്ചിൽ വയ്ക്കുന്നു. എന്നിട്ട് തിരികെ എടുക്കുമ്പോൾ പൂർവ്വസ്ഥിതിയിലായിട്ടുണ്ട്. മോശയോട് ഈ അടയാളങ്ങളൊക്കെ പ്രവർത്തിക്കാൻ പറയുന്നു. ഈ രണ്ട് സാക്ഷ്യങ്ങളും, ഈ രണ്ട് അടയാളങ്ങൾ രണ്ട് സാക്ഷ്യങ്ങളായിട്ടാണ്. ഈ രണ്ട് സാക്ഷ്യങ്ങളും അവർക്ക് ബോധ്യമാകും. അങ്ങനെ ബോധ്യമായില്ലെങ്കിൽ നീ നദിയിലെ വെള്ളമെടുത്ത് കരയിൽ ഒഴിക്കുക, അത് രക്തമായി മാറും. ഇങ്ങനെ അടയാളങ്ങൾ സാക്ഷ്യങ്ങളായിട്ടാണ് മോശയെ ദൈവം ഈജിപ്തിലേക്ക് അയക്കുന്നത്. അതിനർത്ഥം അടയാളങ്ങൾ സാക്ഷ്യങ്ങളാണ്. ജീവിതത്തിലുണ്ടാകുന്ന അടയാളങ്ങളൊക്കെ ദൈവിക ഇടപെടലിൻ്റെ സാക്ഷ്യമായി തിരിച്ചറിയാൻ കഴിയണം എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ പുറപ്പാട് പുസ്തകം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മക്കബായരുടെ 2-ാം പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 36-ാം തിരുവചനത്തിൽ ഒരു സാക്ഷ്യത്തെക്കുറിച്ചുള്ള വാക്യം നമുക്ക് വായിക്കാൻ പറ്റും. പരമോന്നതനായ ദൈവം പ്രവർത്തിച്ചതും സ്വനേത്രം കൊണ്ട് കണ്ടതുമായ കാര്യങ്ങൾക്ക് അവൻ ജനങ്ങളുടെ മുൻപിൽ സാക്ഷ്യം നൽകി. ഇതൊരു സാക്ഷ്യത്തിൻ്റെ വേറൊരു രൂപമാണ്. നാം കണ്ട കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറയുക. സാധാരണഗതിയിൽ കേസുകളിലൊക്കെ അങ്ങനെയാണ്. ഐ വിറ്റ്നസ് എന്ന് പറയും. കണ്ട കാര്യങ്ങൾ പറയുക. അതൊരു സാക്ഷി രീതിയാണ്. സങ്കീർത്തനം 19:8 പറയുന്നു, കർത്താവിൻ്റെ സാക്ഷ്യം വിശ്വാസ്യമാണ്, അത് വിനീതരെ വിജ്ഞാനികളാക്കുന്നു. ദൈവം സാക്ഷ്യം നൽകുകയാണ് അനുഭവങ്ങളിലൂടെ. ഓരോ അനുഭവങ്ങളും ഒരു സാക്ഷ്യപ്രവൃത്തിയാണ് ദൈവത്തിൻ്റെ എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ കാര്യങ്ങൾക്കകത്ത് ദൈവിക ഇടപെടലുണ്ടാകുന്നത് ഒരു സാക്ഷ്യമാണ്. ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് സംഭവങ്ങളിലൂടെ. അതേപോലെ തന്നെ നമ്മുടെ പ്രവൃത്തികളും സാക്ഷ്യമാണ്. നമ്മുടെ പ്രവൃത്തികളാണ് നമ്മൾ ആരാണെന്ന് വെളിപ്പെടുത്തുന്നത്. നാം നമുക്ക് തന്നെ നൽകുന്ന സാക്ഷ്യമാണ്. ജെറമ്യാ പ്രവചനത്തിൽ അപ്രകാരം നമ്മുടെ പ്രവൃത്തികൾ എങ്ങനെയാണ് സാക്ഷ്യമായിട്ട് മാറുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ജെറമ്യാ പ്രവചനം 17-ാം അധ്യായം 1-2 തിരുവചനങ്ങളിൽ, യൂദായുടെ പാപം നാരായം കൊണ്ട് എഴുതിയിരിക്കുന്നു, വജ്രമുന കൊണ്ട് അവരുടെ ഹൃദയങ്ങളിലും ബലിപീഠങ്ങളുടെ കൊമ്പുകളിലും അത് ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് അവർക്കെതിരെയുള്ള സാക്ഷ്യമാണ്.
നമ്മുടെ ജീവിത പ്രവൃത്തികൾ എങ്ങനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് എന്നതിനെക്കുറിച്ചാണ് വചനോടെ പറയുക. ഹോസിയ പ്രവചന പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ 5-ാം തിരുവചനം പറയുന്നുണ്ട്, ഇസ്രായേലിന്റെ അഹങ്കാരം അവനെതിരെ തന്നെ സാക്ഷ്യം നൽകുന്നു. എഫ്രായിം തന്റെ തിന്മയിൽ കാൽ തട്ടി വീഴും, യൂദായും അവരോടൊപ്പം കാലിടത് വീഴും. ഈ വീഴ്ച, ഈ അഹങ്കാരം സാക്ഷ്യമായിട്ടാണ്, അവനവനെ തന്നെ വെളിപ്പെടുത്തുന്ന പ്രവൃത്തിയായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. സാക്ഷ്യത്തിന് ഒരു വെളിപ്പെടുത്തൽ എന്നൊരർത്ഥം അപ്രകാരമുണ്ട്. ദൈവം തന്നെ തന്റെ പ്രവൃത്തികളിലൂടെ വെളിപ്പെടുത്തുന്നു. അതേപോലെ തന്നെ നമ്മുടെ പ്രവൃത്തികളും വെളിപ്പെടുത്തുന്നുണ്ട് നാം ആരാണെന്ന്. അതൊരു സാക്ഷ്യമാണ്. നമ്മൾ സാധാരണ പറയുമല്ലോ, ദൈവമെല്ലാം കാണുന്നുണ്ട്, ദൈവം എല്ലാത്തിനും സാക്ഷിയാണ്. മിക്ക പ്രവചനത്തിൽ 1-ാം അധ്യായത്തിൽ 2-ാം തിരുവചനം പറയുന്നുണ്ട്, ദൈവം തന്റെ വിശുദ്ധ മന്ദിരത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രവൃത്തികൾക്കും സാക്ഷ്യം നൽകട്ടെ, സാക്ഷ്യം വഹിക്കട്ടെ. ദൈവം എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം എല്ലാത്തിനും സാക്ഷിയായിട്ട് നിൽപ്പുണ്ട്. സെഫാനിയ 3:8 പറയും, അതുകൊണ്ട് സാക്ഷ്യം വഹിക്കാനായി ഞാൻ വരുന്ന ദിനം വരെ കാത്തിരിക്കുക. സാക്ഷ്യം നൽകാനായിട്ട് ഞാൻ വരും, ആ ദിനം വരെ നിങ്ങൾ കാത്തിരിക്കുക. ദൈവം സാക്ഷ്യം നൽകുന്നുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തികൾ ഓരോന്നും ദൈവത്തെ സാക്ഷ്യപ്പെടുത്തുന്നു. ഒപ്പം ദൈവസന്നിധിയിൽ നാം ഓരോരുത്തരും നിരന്തരം വീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം നമ്മുടെ എല്ലാ പ്രവൃത്തികൾക്കും നമ്മുടെ ജീവിതത്തിനും സാക്ഷിയാണ്. പഴയ നിയമകാലത്ത് ബലികൾ അർപ്പിക്കപ്പെട്ടിരുന്നതും അവർ സമ്മേളിച്ചിരുന്നതൊക്കെ സാക്ഷ്യമായിട്ടാണ്. ദൈവത്തിന് സാക്ഷ്യം നൽകുക, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇടപെടലിന് മനുഷ്യരുടെ മുമ്പിൽ സാക്ഷ്യം നൽകുക എന്നുള്ളത് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇങ്ങനെ സാക്ഷ്യം നൽകുന്ന പ്രവൃത്തി ക്രിസ്തുവിലൂടെ വെളിപ്പെടുന്നുണ്ട്. യോഹന്നാൻ 1:7 യോഹന്നാനെ കുറിച്ച് പറയുന്നത്, അവൻ സാക്ഷ്യത്തിനായി വന്നു, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ. അങ്ങനെ യേശുവിന് സാക്ഷ്യം നൽകാനായിട്ട് യോഹന്നാൻ വരുന്നു, വെളിച്ചത്തിന് സാക്ഷ്യം നൽകുകയാണ്. താൻ യഥാർത്ഥ വെളിച്ചമല്ല എന്ന് യോഹന്നാൻ പറയുന്നുണ്ട്. അപ്പോൾ യോഹന്നാൻ യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഇറങ്ങി വരുന്നത് താൻ കണ്ടു എന്ന് പറയുന്നു. ആ സാക്ഷ്യത്തിനൊരു സാക്ഷ്യമുണ്ട്. അങ്ങനെ യോഹന്നാൻ പറയുന്ന സാക്ഷ്യത്തെ ഉറപ്പിക്കുന്നത് യോഹന്നാന്റെ ജീവിതമാണ്. യോഹന്നാൻ തന്റെ ജീവിതത്തിൽ ഹെറോദേസ് രാജാവിനെതിരായി ആക്ഷേപമുന്നയിക്കുകയും സത്യം തുറന്നു പറഞ്ഞതുകൊണ്ട് ശിരച്ഛേദം ചെയ്യപ്പെട്ടയാളുമാണ്. രാജാധികാരത്തെ ഭയപ്പെടാതെ സത്യം പറയാൻ മനസ്സ് കാണിച്ചൊരുവനാണ് യേശു. വെളിച്ചമാണ്, യഥാർത്ഥ വെളിച്ചമാണ്, ഇവന് സാക്ഷ്യം നൽകാനാണ് ഞാൻ വന്നത്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാട് എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തപ്പെടുന്നത് യോഹന്നാന്റെ പ്രവൃത്തികളിലൂടെയാണ്. ഇനി യേശു ഭൂമിയിലായിരുന്ന കാലത്ത് നമുക്കറിയാം, യേശു നിരന്തരമായി അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. നാം ഇപ്പോഴും ഈ അടയാളങ്ങളിലും അത്ഭുതങ്ങളിലും കുടുങ്ങിക്കിടക്കുന്ന ആളുകളാണ്. യേശു എന്തിനാണ് അത്ഭുതങ്ങൾ ചെയ്തത്, എന്താണ് ആ അത്ഭുതങ്ങൾ അടയാളമായി മാറിയത്, എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചൊന്നും നമുക്ക് ധാരണയില്ല. നമ്മുടെ യേശു അപ്പം വർദ്ധിപ്പിച്ചു, നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുമോ നമ്മൾ ആലോചിക്കുക. യേശു രോഗികളെ സുഖപ്പെടുത്തി, നമുക്ക് സുഖപ്പെടുത്താൻ പറ്റുമെന്ന് ആലോചിക്കുക. നിങ്ങൾ ആലോചിക്കണം, രോഗസൗഖ്യം എന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ സംഭവിച്ച കാര്യമാണ്. 1 പത്രോസ് 2:24 അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അത് ആത്മീയമായും ശാരീരികമായും മാനസികമായും വാസ്തവമാണ്. നമുക്ക് അനുഭവമാകണമെങ്കിൽ, ഈ അനുഭവം നമ്മിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് വിശ്വാസം വഴി ക്രിസ്തുവിൽ എത്തിച്ചേരാൻ കഴിയണം. വിശ്വാസം വഴി ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിക്കുന്ന ഒരാൾക്ക് മാത്രമേ യഥാർത്ഥ സൗഖ്യത്തെ അനുഭവിക്കാൻ പറ്റൂ. സൗഖ്യം എന്നത് കേവലമായി രോഗം മാറുന്ന അവസ്ഥയല്ല. അപ്പൊ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് രോഗികളെ സുഖപ്പെടുത്തുന്നു. ഈ രോഗികളെ സുഖപ്പെടുത്തിയത് കൊണ്ട് ഞങ്ങൾ ഇപ്പോഴും രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന നിരവധിയായ സാക്ഷ്യങ്ങൾ നമുക്ക് മേഖലകളിൽ കാണാൻ പറ്റും. പ്രഘോഷണ മേഖലയിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്റ്റേജിലേക്ക് ആളെ വിളിച്ചു വരുത്തി തലയെ കൈവച്ച് അപ്പം തന്നെ രോഗം മാറ്റി അത്ഭുതം പറയുന്ന പ്രവൃത്തികളൊക്കെയാണ്. അങ്ങനെ ചെയ്യുന്നത് വലിയ ബിരുദമായി കാണുകയും അതിൽ വിദഗ്ധരാണെന്ന് സ്വയം പ്രഘോഷിക്കുകയും ചെയ്യുന്നവരെ നമുക്കിന്നും കാണാം. ഇങ്ങനെ സംഭവിക്കുമ്പോൾ വരുന്നൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, യേശു ചെയ്ത എല്ലാ പ്രവൃത്തികളും ചെയ്യുമെന്നാണല്ലോ പറയണേ. യേശു ചെയ്ത പ്രവൃത്തികളുടെ തുടർച്ചയാണ് തങ്ങളെന്ന ബോധ്യം ഉണ്ടെങ്കിൽ, ഇതിനിടയ്ക്ക് അപ്പം വർദ്ധിപ്പിക്കുന്ന കാര്യം നമ്മളെന്താ ഇപ്പം ചെയ്യാത്തേ? എങ്കിൽ പിന്നെ ധ്യാന കേന്ദ്രങ്ങളിൽ ധ്യാനം നടക്കുമ്പോൾ 2 പേർക്കുള്ള ചോറ് വെച്ചാൽ പോരെ, അല്ലെങ്കിൽ 5 പേർക്കുള്ള ചോറ് വെച്ചാൽ പോരെ, വിളമ്പാന്നറിയണ്ടേ? ഇങ്ങനെ അത്ഭുതം പ്രവർത്തിക്കാനല്ല യേശു അത് പ്രവർത്തിക്കുന്നത്. യേശു ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നതിൻ്റെ പുറകിൽ, ഒരു ദൈവിക പ്രവൃത്തിയുടെ പുറകിൽ ഒരടയാളമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. യേശു അപ്പം വർദ്ധിപ്പിച്ചത്, ഏലിയ അപ്പം വർദ്ധിപ്പിച്ചിട്ടുണ്ട്.
ആ ഏലിയായുടെ തുടർച്ചയായി പ്രവാചക ദൗത്യം തന്നിലുണ്ട് എന്ന് കാണിക്കാനും, ഒപ്പം തന്നെ ഈ അപ്പം വർദ്ധിപ്പിച്ചു നൽകുന്ന ഞാൻ തന്നെയാണ് യഥാർത്ഥ അപ്പം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ യഥാർത്ഥ അപ്പമായ താൻ തന്നെ തന്നെ വിഭജിച്ച് നൽകുന്ന പരിശുദ്ധ കുർബാനയിലൂടെ നിങ്ങൾക്ക് എന്നെ തന്നെ നൽകും എന്ന് പറയാൻ വേണ്ടിയാണ്. ആ തുടർച്ചയെ അതിനകത്ത് കാണാതെ അപ്പം വർദ്ധിപ്പിച്ച കാര്യം മാത്രം അത്ഭുതമായിട്ട് കാണുന്നെങ്കിൽ നമ്മൾ കാലിടറി വീഴും. ഇനി മറ്റൊന്ന്, യേശു സുഖപ്പെടുത്തി. യേശു സുഖപ്പെടുത്തിയപ്പോഴും ഏതാനും ചിലരെയാണ്, ലോകത്തുള്ള എല്ലാവരെയും സുഖപ്പെടുന്നതായിട്ട് യേശു കാണിക്കുന്നില്ല. യേശു സുഖപ്പെടുത്തിയതൊക്കെ ശരീരത്തിന് മേൽ അധികാരമുള്ളവനാണെന്നും നിങ്ങളെ സുഖപ്പെടുത്താൻ വന്നവനാണെന്നും രോഗത്തിന്റെ കെട്ടിൽ നിങ്ങളെ വിമോചിപ്പിക്കുന്നവനാണ് ഞാനെന്നും വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ഈ സൗഖ്യം സമ്പൂർണ്ണമാകുന്നത് അവൻ മുറിവേറ്റുകൊണ്ടാണ്, കാൽവരി കുരിശിലാണ്. നിങ്ങൾക്ക് സൗഖ്യം നൽകാൻ വേണ്ടി മുറിവേറ്റവനാണ് താനെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് കുരിശിൽ അവിടെ നിന്ന് മരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ചെയ്ത സൗഖ്യപ്രവർത്തികൾ അടയാളങ്ങളാണ്, കേവലാത്ഭുതങ്ങൾ അടയാളങ്ങളാണ്. ഈ അടയാളങ്ങളിലൂടെ ഈ അടയാളത്തിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിലാകുന്ന നമ്മുടെ മുറിവുകളാൽ അനേകർ സൗഖ്യമുള്ളവരാക്കപ്പെടുന്നു എന്നതിലേക്കും കൂടി നമ്മൾ എത്തിച്ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ പ്രവൃത്തിയുടെ സമ്പൂർണ്ണത നമ്മിൽ നിറവേറുക. ഈ കാര്യം മനസ്സിലാക്കാതെ യേശു രോഗികളെ സുഖപ്പെടുത്തി, നമ്മളും സുഖപ്പെടുത്തുന്നു. യേശു പിശാചിനെ ഒഴിപ്പിച്ചു, നമ്മളും പിശാചിനെ ഒഴിപ്പിക്കുന്നു. യേശു പൈശാചിക തിന്മകളെ ഉച്ചാടനം ചെയ്തതിന് വേണ്ടിയാണ്. യേശു പൈശാചിക തിന്മയെ ഉച്ചാടനം ചെയ്തത് പിശാചിനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ്. അവന്റെ മേൽ അധികാരമുള്ളവനാണ് താൻ. അങ്ങനെ കുരിശിൽ തന്റെ മരണത്താൽ അവൻ തോൽപ്പിക്കപ്പെടുന്നു എന്നത് നമുക്ക് കാട്ടിത്തരാൻ വേണ്ടിയാണ്. നമ്മളിപ്പോഴും പിശാചിനെ ഒഴിപ്പിക്കുന്ന പ്രവൃത്തി നിൽക്കുകയാണ്. യേശു കുരിശിൽ മരിച്ചതും അതുവഴി പൈശാചിക തിന്മ കീഴ്പ്പെട്ടതും അവന്റെ മേൽ വിജയം ആഘോഷിച്ചതും നമ്മളിപ്പോഴും അംഗീകരിച്ചിട്ടില്ല. നമുക്കിപ്പോഴും പിശാചിനെ ഒഴിവാക്കുന്ന പ്രവൃത്തിയിൽ മാത്രമേ താല്പര്യമുള്ളൂ. യേശു കുരിശിൽ അങ്ങനെ പിശാചിനെ ഒഴിവാക്കിയപ്പോൾ അവൻ പിശാചിനെ ഒഴിവാക്കിയത്, കീഴ്പ്പെടുത്തിയത് ക്ഷമ കൊണ്ടാണ്. കാൽവരി കുരിശിൽ ക്രിസ്തു കുരിശിൽ മരിക്കുന്ന നേരത്ത് അഖില ലോകത്തോടും ക്ഷമിക്കുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി പിതാവിനോട് ക്ഷമയാചിക്കുന്നുണ്ട്. ഈ ക്ഷമയുടെ പ്രവൃത്തി വഴി ക്രിസ്തു പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നു. സഹനങ്ങളുടെ പ്രലോഭനത്തെ അതിജീവിച്ച ക്രിസ്തു നമുക്ക് ആ വരം നൽകിയിട്ടുണ്ട്. സഹനശക്തി പരിശുദ്ധാത്മ ഫലങ്ങളിൽ 12 ഒന്നാണ്. ഈ ഫലം നമ്മിൽ പ്രവർത്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ക്രിസ്തുവിനെ ഈ ലോകത്ത് അടയാളപ്പെടുത്തുന്നവരായിട്ട് മാറുക, സാക്ഷ്യപ്പെടുത്തുന്നവരായിട്ട് മാറുക. അപ്പൊ അതുകൊണ്ട് ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ നാം കേവലമായ പ്രവൃത്തികളായിട്ട് അത്ഭുതങ്ങളായിട്ടും കാണാതെ, ഈ അത്ഭുതമൊക്കെ യേശു ചെയ്തിട്ടുണ്ടെങ്കിൽ യേശുവിലാവും നമുക്ക് ഈ അത്ഭുതം ചെയ്യാൻ പറ്റുമെന്നുള്ള ഇത് മാത്രം എടുത്ത് കാണിക്കുമ്പോൾ വാസ്തവത്തിൽ ക്രിസ്തുവിന്റെ പ്രവൃത്തികളുടെ സമ്പൂർണ്ണതയെക്കുറിച്ചുള്ള ബോധമില്ലാണ്ടായി പോവാണ്. യേശു ക്രിസ്തു കാൽവരി കുരിശിൽ മരിക്കുകയും രക്ഷ പ്രദാനം ചെയ്യുകയും ചെയ്തതുപോലെ രക്ഷാകരമായ പ്രവൃത്തിയിൽ പങ്കുചേരാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്ന ബോധ്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളെ കുരിശായി കണ്ട് അവയിൽ മരിച്ച് പൈശാചിക തിന്മകൾ ഉച്ചാടനം ചെയ്ത ക്രിസ്തുവിന്റെ പ്രവൃത്തിയെ ആനുകാലിക ലോകത്ത് അനുഭവപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും ബാധ്യതയുണ്ട് എന്നൊരു കാര്യത്തിലേക്ക് എത്തിച്ചേരാതിരുന്നാൽ രക്ഷാകര പ്രവൃത്തിയിൽ പങ്കില്ലാത്തവരായിട്ട് നമ്മൾ മാറിപ്പോകും. ആനുകാലിക ലോകത്ത് നടക്കുന്ന അത്ഭുത പ്രവൃത്തികളുടെയും അടയാളങ്ങളുടെയൊക്കെ പുറകിൽ സംഭവിച്ചു പോകുന്ന പിഴവിത. ദൈവവചനം പ്രഘോഷിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. അത് ദൈവവചനത്തിന്റെ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയിൽ നിനക്കെന്ത് പങ്കുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് നീ ആലോചിക്കാൻ തുടങ്ങണം. ക്രിസ്തുവിനെ പ്രതി സ്വയം മരിക്കാൻ തീരുമാനിക്കാത്ത ഒരാളെ സംബന്ധിച്ച് അയാൾ ക്രിസ്തുവിന് സാക്ഷ്യമാണെന്ന് പറയാൻ കഴിയുന്നത് എങ്ങനെയാണ്? യേശുവിനെ പിന്തുടർന്ന ശിഷ്യന്മാരെ ലോകം തിരിച്ചറിഞ്ഞത് അവരുടെ സഹനശക്തി കൊണ്ടാണ്. അടികൊണ്ടിട്ട് പുറം തിരിഞ്ഞോടാത്ത, ജീവിതത്തെ സഹനങ്ങളെ തള്ളിക്കളയാത്ത, മരണത്തെ നേരിടാൻ തയ്യാറാകുന്ന, അവനെ പ്രതി മരിക്കാൻ തയ്യാറെന്ന് പറയുന്ന ബലമാണ് ലോകത്ത് ക്രൈസ്തവ ആധ്യാത്മികതയെ വെളിപ്പെടുത്തിയത്. നമ്മുടെ ജീവിതം വഴി ക്രിസ്തു വെളിപ്പെടുന്നത് അങ്ങനെയാണ് നമ്മുടെ ജീവിതം സാക്ഷ്യമായിട്ട് മാറുന്നത്. അപ്പോൾ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, സാക്ഷ്യം എന്ന് വെച്ചാൽ സാക്ഷ്യജീവിതം. സാക്ഷ്യജീവിതമാണ് യഥാർത്ഥത്തിൽ സാക്ഷ്യമായിട്ട് നിലകൊള്ളേണ്ടത്. അവിടെ നമ്മൾ ആലോചിക്കണം, നമ്മുടെ ജീവിതം സാക്ഷ്യമാണോ? യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിൽ അടയാളപ്പെടുത്താവുന്ന ജീവിതമാണ് നമ്മുടേത്. അവൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനും, ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാനും, സഹിച്ചതുപോലെ സഹിക്കാനും, അവൻ തന്നെ കൊടുത്തതുപോലെ കൊടുക്കാനും, ത്യജിക്കാനും നമുക്ക് കഴിയുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഊന്നിയാണ് നമ്മുടെ ജീവിതം സാക്ഷ്യമായിട്ട് മാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ പറ്റുക. വിശുദ്ധാത്മാക്കളൊക്കെ ദൈവത്തിന് സാക്ഷ്യം നൽകിയത് ജീവിതം കൊണ്ടാണ്. രക്തസാക്ഷികളായവർ ജീവൻ അർപ്പിച്ചുകൊണ്ട്, സഹനങ്ങളിലൂടെ കടന്നുപോയ ആൾക്കാർ സഹനം കൊണ്ട്,
കഠിനമായ ദാരിദ്ര്യത്തിലൂടെ കടന്നുപോയവർ ദാരിദ്ര്യം കൊണ്ട്, ജീവിതാവസ്ഥകൾ കൊണ്ട് അപമാനിതരും ദുഃഖിതരും ഈ ലോകത്ത് പീഡിതരുമായി കാണപ്പെട്ട മനുഷ്യർ തങ്ങളിലൂടെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തി അങ്ങനെ ദൈവരാജ്യത്തിന്റെ അവകാശികളായി മാറുകയും അതേസമയം ലോകത്തിന്റെ മുൻപിൽ ക്രിസ്തു ജീവിതത്തെ വീണ്ടും പുനരവതരിപ്പിക്കുകയും ചെയ്യുന്ന സാക്ഷി ജീവിതം നയിച്ചവരാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ സാക്ഷ്യമുണ്ടാക്കിയത്. വാസ്തവത്തിലുള്ള സാക്ഷ്യം അതുതന്നെയാണ്. ദൈവം പറഞ്ഞത് കേട്ടതുകൊണ്ട് ഞാൻ ഇങ്ങനെയായി. ഒരാൾ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർ ചോദിക്കും, ഇയാളെന്താ ഇങ്ങനെയായിപ്പോയെ? അയാൾ ഇങ്ങനെ ആയിപ്പോയത് അയാളുടെ ഈ പ്രവൃത്തി വെളിപ്പെടുത്തുന്നത് അയാളല്ലാത്ത ഒന്നിനായിട്ട് മാറുമ്പോഴാണ്. മാനസാന്തരമുണ്ടായ ഒരു വ്യക്തിയെക്കുറിച്ച് അയാളുടെ അമ്മായിയമ്മ പറഞ്ഞൊരു ഡയലോഗ് എനിക്ക് ഓർമ്മയുണ്ട്. കമന്ന് വീണാൽ കാൽപ്പണം നേടണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നവനാണ്, അങ്ങനെ ചെയ്തിരുന്നവനാണ്. അവൻ എങ്ങനെ ഇങ്ങനെ മാറിപ്പോയെന്നാണ്. അവന് 10 പൈസ വേണ്ടെന്നായി, അവനൊന്നിലും ലാഭം പ്രതീക്ഷിക്കാതെയായി, നഷ്ടപ്പെടുത്താൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ ഈ അമ്മായിയമ്മയ്ക്ക് അത്ഭുതം. അന്ന് വരെ കണ്ടിരുന്നയാൾ കമന്ന് വീണാൽ കാൽപ്പണമെന്ന നിലപാടായിരുന്നു. അവൻ്റെ ജീവിതം മാറിപ്പോയി. വേറൊരു അനുഭവം ഞാൻ പറയാം. ഒരു ടീച്ചർ സ്കൂളിലായിരുന്ന കാലത്തൊക്കെ മഹാനിഷേധിയും അഹങ്കാരിയുമായി കണ്ടിരുന്ന ഒരു വിദ്യാർത്ഥി. അവർ നേരിട്ട് പഠിപ്പിച്ചിട്ടുള്ള ആളല്ല വിദ്യാർത്ഥി. അവരൊത്തിരി ആക്ഷേപിക്കുകയും അപഹസിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഈ വിദ്യാർത്ഥി. ഒരു ദിവസം വഴി വെച്ച് ഈ ടീച്ചറെ കണ്ടിട്ട് ഇയാൾ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ടീച്ചറെ എന്നോട് ക്ഷമിക്കണം, ഞാൻ ടീച്ചർ ഒത്തിരി ദ്രോഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ടീച്ചർ ആലോചിച്ചത് പഴയ കാര്യം, ഇപ്പോൾ പറയേണ്ട കാര്യം എന്താണെന്ന് ആലോചിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാനിങ്ങനെ ദൈവത്തെ തിരിച്ചറിഞ്ഞു, യേശുവിനെ തിരിച്ചറിഞ്ഞു, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. അഹങ്കാരിയായി കരുതപ്പെട്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ മാറിയപ്പോൾ അവർക്ക് അത്ഭുതം, ഇയാളെന്താ ഇങ്ങനെ മാറി? നമ്മൾ പലരെ അങ്ങനെ വിചിത്ര ജീവികളായിട്ട് ലോകത്ത് കാണും, പഴയതുപോലെ അല്ല. അപ്പൊ നമ്മൾ ചോദിക്കും, ഇയാളെന്താ ഇങ്ങനെ? അതാണ് ജീവിതം വെളിപ്പെടുത്തുന്ന സാക്ഷിയുണ്ട്. ക്രിസ്തുവിനെ കണ്ടുമുട്ടിയത് കൊണ്ട് നീ സ്വത്ത് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടോ? ക്രിസ്തുവിനെ കണ്ടുമുട്ടിയത് കൊണ്ട് മറ്റുള്ളവരുടെ വേദനകൾ ഹൃദയമലിവുള്ളവനായി മാറിയിട്ടുണ്ടോ? ക്രിസ്തുവിനെ കണ്ടുമുട്ടിയത് കൊണ്ട് ആഡംബരങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടോ? ക്രിസ്തുവിനെ കണ്ടുമുട്ടിയത് കൊണ്ട് ഇന്ദ്രിയ സുഖങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടോ? ക്രിസ്തുവിനെ കണ്ടുമുട്ടിയത് കൊണ്ട് എല്ലാവരോടും ക്ഷമിക്കുന്നവനായി മാറിയിട്ടുണ്ടോ? ക്രിസ്തുവിനെ കണ്ടുമുട്ടിയത് കൊണ്ട് വിനീതനായി മാറിയിട്ടുണ്ടോ? ക്രിസ്തുവിനെ കണ്ടുമുട്ടിയത് കൊണ്ട് നീ അല്ലാതെയായി മാറിയിട്ടുണ്ടെങ്കിൽ അതൊരു ജീവിത സാക്ഷിയാണ്. അത് ആരോടും പറയേണ്ട കാര്യമില്ല, ഈ ലോകത്തിനു മുമ്പിൽ വെളിപ്പെടുത്തപ്പെടുകയാണ്. യേശു തന്നെ ജീവിതം കൊണ്ട് വെളിപ്പെടുത്തുകയാണ്. തന്നെ വിനയം വെളിപ്പെടുത്തുന്നു, മാമോദീസ സ്വീകരിക്കുന്നതിലൂടെ, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതിലൂടെ ദൈവത്തിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നു, എല്ലാവരെയും സുഖപ്പെടുത്തുന്നതിലൂടെ അനുകമ്പയുള്ളവനെ, കാരുണ്യമുള്ളവനെ വെളിപ്പെടുത്തുന്നു, പൈശാചിക തിന്മകൾ ഉച്ചാടനം ചെയ്തുകൊണ്ട് ഈ ലോകത്തിന്റെ അധികാരിയായ പിശാചിനെ തോൽപ്പിച്ചു എന്ന് പ്രഖ്യാപിക്കുന്നു. ഇതെല്ലാം കുരിശിൽ നിറവേറ്റപ്പെടുമ്പോൾ അവന്റെ ജീവിതത്തിലുണ്ടായ ഓരോ അനുഭവങ്ങളും ശിഷ്യന്മാർ ഓർക്കുന്നുണ്ട്. യേശുക്രിസ്തു കല്ലറയിൽ കാണാതിരിക്കുമ്പോൾ ശിഷ്യന്മാർ ഓർക്കുന്നത് അവൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. സാക്ഷ്യമാവാണ്. നമ്മുടെ ജീവിതം അപ്രകാരം ലോകത്തിന് മുമ്പിൽ സാക്ഷ്യമാകേണ്ടതാണ്. ഇന്നലെ വരെ ഇല്ലാത്തൊരപ്പൻ, ഇന്നലെ വരെ ഇല്ലാത്തൊരമ്മ, തുറവയുള്ള മനോഭാവമുള്ള സാഹോദര്യം, ഇതൊക്കെ നമുക്കുണ്ടാകുമ്പോഴാണ് ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ സാക്ഷിയായിട്ട് മാറുക. ഇന്ന് സഭയിൽ നടക്കുന്ന തർക്കങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സാക്ഷ്യമാണോ എന്ന് ആലോചിക്കണം. മെത്രാന്മാർക്ക് ഉചിതമായാണോ പെരുമാറുന്നത്? ദൈവജനത്തോട് സ്നേഹമുള്ളവരായിട്ടാണോ പെരുമാറുന്നത്? പുരോഹിതർക്കെതിരായി തിരിയുന്ന അല്ലെങ്കിൽ ഇത്തരം അശുദ്ധികൾ നടമാടുന്നതിന് കാരണം എന്താണ്? ജീവിത സാക്ഷ്യം നഷ്ടപ്പെട്ടു പോകുന്നതല്ലേ? നിസ്വരായി മാറേണ്ടവർ, ക്രിസ്തുവിന്റെ നിസ്വതയുടെ പിന്തുടർച്ചക്കാർ നിസ്വരായാണോ ജീവിക്കുന്നത്? കിടക്കാനിടമില്ലാതെ പോയ ഒരുവന്റെ പിറകെ ഇറങ്ങി തിരിച്ചിട്ട് ആഡംബരങ്ങളിലും സുഖഭോഗങ്ങളിലും കഴിയുമ്പോൾ ക്രിസ്തു സാക്ഷ്യമാണോ? ഈ ലോകത്തൊന്നും നേടാതെ പോയ ഒരുവന്റെ പിന്നാലെ പോയവർ ആർജിതമായ സമ്പത്തിന്റെ പിന്നാലെ പായുന്നത് എന്തുകൊണ്ടാണ്? ജീവിത സാക്ഷ്യം നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്ക് നേരിട്ട് കാണാം. അത് ആരോടും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഒരു കോടതിയിൽ ഒരു ചെടുത്തിയെ കൊണ്ടുവന്നു. അപ്പോൾ സത്യം മാത്രം ബോധിപ്പിച്ചുകൊള്ളാന്ന് പറയുമ്പോൾ ഇവർ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ കള്ളം പറയില്ല, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. കോടതി ആകെ ചിരിച്ചു. ഞാൻ ക്രിസ്ത്യാനിയാണ്, കള്ളം പറയില്ലെന്ന് പറഞ്ഞപ്പോൾ കോടതി ആകെ ചിരിച്ചു. കാരണം ആ കോടതിയിൽ ഉണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം അഡ്വക്കേറ്റുമാരും വക്കീലന്മാര് നുണ പറയുന്നവരാണ്.
അപ്പോൾ ഒരാൾ പറയുന്നത് ഞാൻ ക്രിസ്ത്യാനിയാണ്, സത്യം മാത്രമേ പറയുള്ളൂ. ക്രിസ്ത്യാനി സത്യം മാത്രമേ പറയുള്ളൂ എന്നുള്ളത് വാല്യൂ അല്ലാണ്ടായി മാറിയിട്ടുണ്ട്, ഒരു സാക്ഷ്യമല്ലാണ്ടായി മാറിയിട്ടുണ്ട്. അങ്ങനെ സാക്ഷ്യ ജീവിതം എന്ന് പറയുന്നത് താറുമാറായി. അവിടെയാണ് ജീവിത സാക്ഷ്യം പറയുന്നവർ രണ്ടാമത്തെ ഗണമാണ്. ധ്യാനങ്ങളൊക്കെ പുരോഗമിക്കാൻ തുടങ്ങിയപ്പോൾ ജീവിത സാക്ഷ്യം പറയുന്നവരുണ്ടായി. ഞാനിങ്ങനെയൊക്കെ ആയിരുന്നു, പഴയ മോശം ജീവിതമായിരുന്നു, ഞാനിങ്ങനെ വ്യഭിചാരത്തിലായിരുന്നു, കളവിലായിരുന്നു, ഞാൻ വിശ്വാസമില്ലാത്തവനായിരുന്നു, ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഞാനിപ്പോൾ ഇങ്ങനെയായി, യേശുവിനെ കണ്ടുമുട്ടി, അവനാണ് സത്യദൈവം, ഞാൻ തിരിച്ചറിയുന്നു, എൻ്റെ പ്രവൃത്തികളൊക്കെ പാഴായിപ്പോയി, പഴയ വഴിയിൽ നിന്ന് ഞാൻ മാറി നടന്നു, ഞാൻ ഇന്ന് ക്രിസ്തുവിൻ്റെ പക്ഷത്താണ് എന്ന് പറയുന്ന ആളുകൾ പരസ്യമായി വന്ന് തങ്ങളുടെ കാര്യം പറയാൻ തുടങ്ങി. ഇതിൻ്റെ പേരാണ് ജീവിത സാക്ഷ്യം. സാക്ഷ്യ ജീവിതമല്ല, ജീവിത സാക്ഷ്യം. തലതിരിഞ്ഞു. നേരത്തെ ജീവിച്ച് കാണിച്ചതിന് പകരം ഇന്ന് പറഞ്ഞു കാണിക്കാൻ തുടങ്ങി. ധ്യാനങ്ങളിൽ അത് ഉപകാരപ്പെടും, കാരണം ആളുകൾ, അറിയുന്ന ആളുകൾ ഇത് മനസ്സിലാക്കും. പ്രത്യേകിച്ച് എനിക്ക് പലപ്പോഴും അനുഭവമുണ്ട്. ഞാൻ ധ്യാനിപ്പിക്കുന്ന സമയത്ത് ജീവിത സാക്ഷ്യം ഒന്നും പറയാതെ തന്നെ ഞാൻ ധ്യാനിപ്പിക്കുന്ന സമയത്ത് എൻ്റെ പഴയ ജീവിതം അറിയാവുന്ന, ഞാൻ ദൈവമില്ലെന്നൊക്കെ പഠിപ്പിച്ചത് അറിയാവുന്ന ആളുകൾ ധ്യാനം കൂടാനിടയായി. ഒരിക്കൽ തൃശ്ശൂർ കാൽവരി ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം നടക്കുമ്പോൾ ഉണ്ടായൊരു സംഭവം ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്. ധ്യാനം നടന്നുകൊണ്ടിരിക്കെ, ഞാനിങ്ങനെ വിശ്വാസമൊക്കെ പ്രഘോഷിച്ചുകൊണ്ടിരിക്കെ, ഒരു ചേട്ടൻ ഇടയ്ക്ക് കയറി സ്റ്റേജിലേക്ക് വന്നു. അദ്ദേഹം മൈക്കൊന്ന് ചോദിച്ചു. എനിക്ക് പരിചയമുള്ള ആളാണ്, എൻ്റെ ഇടവകക്കാരനാണ്. എന്നിട്ട് അദ്ദേഹം എന്നെക്കുറിച്ച് ജനത്തോട് പറഞ്ഞു, ഇയാൾ ഇങ്ങനെയായി മാറുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അദ്ദേഹത്തിന് നേരിട്ട് അനുഭവമുള്ളതാണ്, മോശം അനുഭവം എന്നിൽ നിന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം നേരിട്ട് വന്നിട്ട് അത് സാക്ഷ്യപ്പെടുത്തി. ഇത് സാക്ഷ്യപ്പെടുത്തലാണ് ഒരാൾക്കുണ്ടായ മാറ്റം. ജീവിത സാക്ഷ്യങ്ങൾ നമ്മൾ പറയാൻ തുടങ്ങുന്നു. സാക്ഷി ജീവിതത്തിന് പകരം ജീവിത സാക്ഷ്യങ്ങൾ പറയാൻ തുടങ്ങുന്നു. നമ്മുടെ പോരായ്മകൾ ഉണ്ടായിരുന്ന ജീവിതത്തിൽ നമുക്കങ്ങനെ മാറ്റമുണ്ടായി. ഇതാണ് യഥാർത്ഥത്തിൽ ജീവിത സാക്ഷ്യം. ഇനി നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ, ദൈവാനുഭവങ്ങൾ ഉണ്ടാവും. ആ ദൈവാനുഭവങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ വെളിപ്പെടുത്തുമ്പോൾ അതിന് വേറെ സാക്ഷ്യം ആവശ്യമായിട്ട് വരും. കാരണം ഈ ജീവിതാനുഭവങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ അത് വൈയക്തികമായ അനുഭവങ്ങളാണ്. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്കൊരു അനുഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് സാക്ഷ്യമല്ല. ഇന്ന് നമ്മൾ അതൊക്കെ സാക്ഷിയായിട്ടാണ് പറയുക. ഞാൻ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആകാശത്ത് നിന്ന് മാലാഖമാർ ഇറങ്ങി വന്നു, ശുദ്ധീകരണാത്മാക്കൾ ഇറങ്ങി വന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് സാക്ഷിയല്ല. കാരണം അത് അയാളുടെ വൈയക്തിക അനുഭവമാണ്. അത് വേറൊരാൾക്ക് അനുഭവപ്പെടുത്തി കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റമാണ് പറയേണ്ടിയിരുന്നത്. ജീവിത സാക്ഷ്യമായിരുന്നത് അത് മാറി ഈ അനുഭവങ്ങൾ പറയാൻ തുടങ്ങി, മൗതികാനുഭവങ്ങൾ പറയാൻ തുടങ്ങി. അങ്ങനെയാണ് മരിച്ചിട്ട് ഞാൻ തിരിച്ചു വന്നതാണ്, ഞാൻ സ്വർഗവും നരകമൊക്കെ കണ്ടു, എല്ലായിടത്തൊക്കെ ചുറ്റിക്കറങ്ങിയിട്ട് തിരിച്ചു വന്ന ആളാണ് എന്നൊരാൾ പറയാൻ തുടങ്ങുന്നു. അയാളെ തന്നെ വർണ്ണിക്കുകയാണ്. ഇത് കേൾക്കുന്ന ആളുകളിൽ വിശ്വാസം ജനിക്കണമെന്നൊരു നിർബന്ധമില്ല. ഏതെങ്കിലും പാവപ്പെട്ട വിശ്വാസി ദൈവം പറയുന്നത് ഇങ്ങനത്തെ ഒരാളാണല്ലോ, ശരിയായിരിക്കും എന്ന് കരുതിയേക്കാമെന്നല്ലാതെ അത് അയാൾക്ക് ഒരു സാക്ഷ്യമായിട്ട് മാറുന്നില്ല, ലോകത്തിന് മുമ്പ് സാക്ഷ്യപ്പെടുത്താൻ പറ്റുന്നില്ല. പിന്നെ നമുക്കുണ്ടാകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കുണ്ടായിരുന്ന ചില രോഗങ്ങൾ മാറിയാൽ, എനിക്കറിയാവുന്നൊരു ജോസഫേട്ടൻ, അദ്ദേഹം മാനസാന്തരപ്പെട്ട് വിശ്വാസത്തിലേക്ക് വന്ന് പ്രാർത്ഥിച്ചു. കാല് പഴുത്തിരിക്കുകയാണ്, അന്ന് വരെ കാല് പഴുത്തിരിക്കുകയാണ്. അന്ന് രാത്രി അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ വേദന കൂടി, പഴുപ്പ് കൂടി. യേശുനാമം ഉള്ളിൽ വിചാരിച്ച്, യേശു അകമയുണ്ട്, അവനെന്നെ സ്നേഹിക്കുന്നു എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരാളുടെ കാല് അന്ന് രാത്രി വേദന കൂടി. നേരം വെളുത്തപ്പോൾ കാല് ഉണങ്ങി, അത് എൻ്റെ വ്രണം തന്നെ കാണാതെയായി. അയാൾ വിളിച്ച് ചോദിക്കുകയാണ്, എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, വഴിയരികിൽ ചെന്ന് നിന്നാൽ മതി, വെറുതെ നിന്നാൽ മതി, എല്ലാവരും കാണുകയും. കാണുന്ന ആളുകൾ ചോദിക്കും, ഓ ജോസഫേ സുഖപ്പെട്ടോ, എന്തു പറ്റി എന്ന് ചോദിക്കും. ഇത്രേ ഉള്ളൂ. അപ്പം ഞാൻ യേശുവിനെ കണ്ടുമുട്ടി, പ്രശ്നം തീർന്നു. അപ്പോൾ അവിടെ അടയാളം സാക്ഷ്യമായിട്ട് മാറും. അങ്ങനെ രോഗാവസ്ഥകളിൽ നിന്ന് മോചനം നേടിയവർ സാക്ഷ്യം പറയാറുണ്ട്. ആ രോഗാവസ്ഥകളിൽ നിന്ന് വിമോചനം പ്രാപിച്ചു എന്ന് പറയുമ്പോൾ അത് അടയാളപ്പെടുത്തും. ഞാൻ നിങ്ങളോട് എനിക്ക് 2 കിഡ്നി ഫെയിലിയർ ആയിരുന്നു, സുഖപ്പെട്ടു എന്ന് പറയുമ്പോൾ കേൾക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് അത് സാക്ഷിയല്ല. സാക്ഷി ആകണമെങ്കിൽ എങ്ങനെയാണ്? എനിക്ക് രോഗമുണ്ടായിരുന്നു, നിങ്ങൾക്ക് അതിന് മുൻപേ അറിവുണ്ടായിരിക്കണം, എന്നിട്ട് അത് മാറിയതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടണം. അപ്പം നിങ്ങൾക്ക് അനുഭവം. അല്ലെങ്കിൽ നിങ്ങൾ കേട്ടത് വിശ്വസിക്കുന്നു, ഒരു സാക്ഷ്യത്തെ വിശ്വസിക്കുന്നു, അത്രേ ഉള്ളൂ. അത് ബാക്കി എൻ്റെ ജീവിതമൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വിശ്വസിക്കുള്ളൂ. ഇയാൾ ഇങ്ങനെയൊക്കെ തന്നെയാണോ, പറയുന്നതൊക്കെ ശരിയാണോ? ഒരാൾ പറയുന്നത് സത്യമാണെന്ന് അറിയണമെങ്കിൽ പോലും അയാളുടെ ക്രെഡിബിലിറ്റി അത് ജനം ചെക്ക് ചെയ്യും.
അപ്പം അതുകൊണ്ട് ജീവിതം സാക്ഷ്യമാക്കി പറയുന്ന കാര്യം തുടങ്ങി, പിന്നെ അനുഭവങ്ങൾ സാക്ഷ്യമായി പറയാൻ തുടങ്ങി. ഈ അനുഭവങ്ങൾ പറയുന്നവരൊക്കെ തങ്ങൾ ദൈവത്തിന് നേരിട്ട് സ്പർശനമുള്ള ആളുകളാണെന്നൊക്കെ ലോകത്തോട് പറയും. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ആൾദൈവ സ്വരൂപങ്ങൾ ആയിട്ട് മാറും. ഇനി അടുത്തത് തങ്ങൾക്ക് ലഭിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള നന്ദി പറയൽ സാക്ഷ്യമായിട്ട് മാറാൻ തുടങ്ങി. ഇത് നേരത്തെ നവനാളുകളിലൊക്കെയാണ് സാധാരണ ഉണ്ടായിരുന്നത്. ഉപകാരസ്മരണ എന്ന് പറഞ്ഞുകൊണ്ട് പറയുമായിരുന്നു. ചില പത്രങ്ങളുടെ കടിയിൽ നമുക്കത് കാണാൻ പറ്റും, ഉപകാരസ്മരണ. നമ്മൾ ധരിക്കുന്നത് ഈ പറയുന്ന വിശുദ്ധനും വിശുദ്ധയും ഒക്കെ വലിയ ആളുകളാണെന്ന് ജനം അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. വാസ്തവത്തിൽ ഇത് അവർക്ക് നേരിട്ട് ബന്ധമുള്ളൊരു കാര്യമല്ല, ഇതൊരാൾക്കുണ്ടായ വ്യക്തിപരമായ കാര്യമാണ്. അപ്പോൾ സൗഖ്യമുണ്ടായി, ജീവിതത്തിൽ അനുഭവം ഉണ്ടായി എന്ന് പറയുന്ന സാക്ഷ്യങ്ങൾ യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ ബാധിക്കുന്നതല്ല. പക്ഷേ കുറേ കാലങ്ങളായി നമ്മുടെ പ്രസിദ്ധീകരണങ്ങൾക്കകത്ത് ഇത്തരം സാക്ഷ്യങ്ങൾ വരാൻ തുടങ്ങി. വചനസാക്ഷ്യങ്ങൾ. വചനം കേട്ടു, ധ്യാനം കൂടി, അത്ഭുതം പ്രവർത്തിച്ചു, കർത്താവ് ഇടപെട്ടു, സുഖപ്പെട്ടു. അങ്ങനെയാണ് പറഞ്ഞത്. ഉടമ്പടി പ്രാർത്ഥന ഉടനടി പരിഹാരം, ഇപ്പോൾ ഉടമ്പടി പ്രാർത്ഥന ഉടനടി അനുഭവം. അതേപോലെ നിരവധി മാസികകളിൽ, ഇപ്പോൾ വചനോത്സവം പോലുള്ള മാസികകളിലൊക്കെ സാക്ഷ്യ ജീവിതവും അനുഭവം ഒക്കെ ഇങ്ങനെ രേഖപ്പെടുത്തി വരാറുണ്ട്. ഒട്ടനവധി ആളുകൾ അത് വായിക്കാറുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഈ രോഗസൗഖ്യങ്ങളും കാര്യങ്ങളും ഒക്കെ വലിയ വാർത്തയാക്കി അല്ലെങ്കിൽ സാക്ഷ്യമാക്കി ഉയർത്തിക്കാട്ടുന്നത്? അത് ആളുകളെ പിടിക്കാൻ വേണ്ടിയാണ്. അത്ഭുത സാക്ഷ്യങ്ങൾ, അത്ഭുത സാക്ഷ്യങ്ങളിലൂടെ ജനങ്ങളെ വശീകരിക്കുക, തങ്ങളുടെ സെന്ററിലേക്ക് എത്തിക്കുക, ഈ കൂട്ടായ്മയ്ക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് അതിനകത്തുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ പറയുന്ന സാക്ഷ്യങ്ങൾക്കകത്തൊക്കെ നിരവധി തവണ ഈ ധ്യാനകേന്ദ്രം, അവിടുത്തെ പ്രധാന ശുശ്രൂഷകൻ, ദൈവമാതാവ്, യേശു, അങ്ങനെയാണ് അതിൻ്റെ ക്രമം. ഞാനിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതൊരു എലിക്കണി പോലെയായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങൾ വ്യാപിച്ചതോടെ മാറി. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് എലിക്കണി പോലെയാണ്, നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്, അത്ഭുതം സംഭവിച്ച കാര്യം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേൾക്കുന്ന ആളുകൾ ലോട്ടറി എടുത്തതുപോലെ ഉടമ്പടി എടുക്കാനും തുടങ്ങും. ലോട്ടറി എടുക്കുന്നത് അങ്ങനെയാണല്ലോ, അടിച്ചിട്ടല്ല. സമ്മാനം കിട്ടി ശീലമുള്ളവർ മാത്രമാണ് ലോട്ടറി എടുക്കുന്നത് വിചാരിക്കുന്നുണ്ട്. ഈ പ്രാവശ്യം എടുത്ത് അടിച്ചില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അടിക്കുമെന്ന് വിചാരിക്കും. അപ്പൊ ദൈവത്തെ ഇങ്ങനെ പരീക്ഷിക്കുന്നതായി മാറുന്നു നമ്മുടെ ആനുകാലിക സാക്ഷ്യാനുഭവങ്ങൾ. ഇവയൊന്നും സാക്ഷ്യമല്ല എന്ന കാര്യം ഓർക്കണം. ഇത് യഥാർത്ഥത്തിൽ ഒരു പ്രൊപ്പഗൻഡയാണ്. അനുഭവം ഉണ്ടായി, ജീവിതത്തിലൊരു നേട്ടം ഉണ്ടായി, അല്ലെങ്കിൽ മെച്ചം ഉണ്ടായി, രോഗത്തിൽ നിന്ന് മാറ്റം ഉണ്ടായി, അവർ നിഷ്കളങ്കമായിട്ടാണ് ഇത് പറയുന്നത്. പക്ഷെ അത് ഉപയോഗിക്കപ്പെടുന്നത് കച്ചവട താല്പര്യത്തിനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും, മിക്കവാറും ധ്യാനകേന്ദ്രങ്ങൾ അവരുടെ ധ്യാനകേന്ദ്രത്തിൽ വന്ന് ഇപ്രകാരം അത്ഭുതം സംഭവിച്ചവരെ കുറിച്ച് സാക്ഷ്യം എന്ന പേരിൽ ഒരു വിളംബരം ചെയ്യിക്കുന്നു. അത് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നു. ഇനി ഈ അടുത്ത് ഞാൻ കേട്ട 2-3 എണ്ണം ഞാൻ നിങ്ങളോട് പറയാം. അത്തരമുണ്ടായ അനുഭവങ്ങൾ നമുക്കറിയാമല്ലോ. പ്രാർത്ഥിച്ച് മണ്ണ് കൊണ്ടുപോയി വീട്ടിയിട്ടു, ഒരു ധ്യാനകേന്ദ്രത്തിൽ നിന്നാണ്. അതോടെ കച്ചവടം നടന്നു, കൊലയ്ക്കാത്ത തെങ്ങ് കൊലച്ചു, അവിടെ നിന്ന് ഉപ്പ് തന്നു വിട്ടു, അത് കലക്കി കുടിച്ചു. അപ്പോൾ രോഗം മാറി. ഭർത്താവ് മദ്യപാനിയായിരുന്നു, വെള്ളം തന്നു വിട്ടു, ആ വെള്ളം കൊടുത്തപ്പോൾ കുടി നിന്നുപോയി. ഏത് രോഗത്തിനും സിദ്ധൌഷധം എന്ന നിലയ്ക്കുള്ള ചില സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് തരുന്ന വിശുദ്ധ തൈലം, ഉപ്പ്, വെള്ളം, പച്ചയും നീലയും തിരികൾ, ഇങ്ങനെയുള്ള ഈ അത്ഭുത വസ്തുക്കളിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. അത് കൂടുതൽ പ്രചാരം നേടാൻ തുടങ്ങിയൊരു സമയത്താണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കാശ് രൂപം കയ്യിൽ പിടിച്ചു പോയാൽ പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ ഇടികൊള്ളൂലെന്നും, കാശ് രൂപം കടലിലേക്ക് എറിഞ്ഞാൽ കടൽ മാറിപ്പോകുമെന്നും പഠിപ്പിക്കുക. ഇത് ഞങ്ങളൊന്നും പറയുന്നില്ലേ എന്നാണ് എന്നിട്ട് പറയുക. ഇത് പറയുന്നത് പിന്നെ ആരാ? അവരുടെ ചാനലുകളിൽ, അവരുടെ മീഡിയകളിൽ ഇത്തരം സാക്ഷ്യാനുഭവങ്ങളുണ്ട് പറയുകയാണ്. ഇത് ലോകത്താരും ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞല്ല, മനുഷ്യരോട് പറഞ്ഞതല്ല. ഇത് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി നിഷ്ഠയോടെ പ്രചരിപ്പിക്കപ്പെടുന്നതാണ്. സോഷ്യൽ മാർക്കറ്റിംഗ് ആണ്, വിശ്വാസ കച്ചവടമാണ്. ഒരു കാര്യത്തിനും സംശയം വേണ്ട. ഞാൻ 1-2 ഉദാഹരണങ്ങൾ നിങ്ങളോട് പറയാം. ഒരു സാക്ഷ്യമാണ്. ജനറൽ നഴ്സിംഗിന് പഠിച്ചിട്ട് ജയിക്കുന്നില്ല, സപ്ലി ഉണ്ടാവുന്നു, 3-4 സർട്ടിഫിക്കറ്റ് ആവുന്നു, 3-4 സർട്ടിഫിക്കറ്റ് ആയിട്ട് പോയാൽ അല്ലെങ്കിൽ ജോലി കിട്ടില്ല. അങ്ങനെ വിഷമിക്കുന്ന 2 കുട്ടികൾ അവർ സാക്ഷ്യം പറയാം. അവർ ഉടമ്പടി എടുത്തു. എന്നിട്ട് ഉടമ്പടി ഉപ്പും കാശ് രൂപമൊക്കെ കിട്ടി.
ഡെയിലി കേൾക്കുന്ന പ്രഘോഷണത്തിൽ ഈ കാശിരൂപത്തിന്റെ അത്ഭുത സിദ്ധിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. കൂടെ സഞ്ചാരി മാതാവ്, പുതിയ മാതാവ് വരികയാണ്, സഞ്ചാരി മാതാവ് വരും എന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് കാശിരൂപം കിട്ടിയപ്പോൾ വലിയ സന്തോഷമായി. ഉപ്പും കൊണ്ടുപോയി 33 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് വെള്ളത്തിലിട്ട് ആ വെള്ളവും കൊണ്ടുപോയി. എന്നിട്ട് ഈ ഉപ്പുമായിട്ട് കലങ്ങിയ വെള്ളമായിട്ട് അവിടെ പോയി പരീക്ഷാ ഹാളിന് പുറത്തു വെച്ച് പരസ്പരം ഈ വിശുദ്ധ തൈലം എന്ന് പറയുന്ന ഉടമ്പടി തൈലം, വിശുദ്ധ തൈലമല്ല ഉടമ്പടി തൈലം കൊണ്ട് പ്രാർത്ഥിച്ചു. ഈ വെള്ളം കുടിച്ചു. കാശിരൂപം കയ്യിൽ പിടിച്ചിട്ട് പരീക്ഷ എഴുതാൻ പോയി. പരീക്ഷ ഭയങ്കര ടഫായിരുന്നു. പക്ഷേ പരീക്ഷ എഴുതുന്ന സമയത്ത് മാതാവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പരീക്ഷയിൽ പാസ്സായി. ഇവിടെ എവിടെയാണ് ഒരു സാക്ഷ്യമുള്ളത്? എന്താണ് അവരുടെ ജീവിതത്തെ പരിവർത്തിപ്പിച്ചത്? ഈ കാശിരൂപവും ഈ ഉപ്പ് കലക്കിയ വെള്ളവും ഈ തൈലവും മന്ത്രവാദ സമാനമായ പ്രകൃതമാണ് പ്രകടിപ്പിച്ചത്. ഇതേപോലെ വിദേശത്ത് വിസ റിന്യൂ ചെയ്യാൻ പോയ ഒരാൾ എന്തു ചെയ്യും? ഒരു നിവൃത്തിയില്ല. എല്ലാവരെയും പറഞ്ഞു വിടുന്നു, തന്നെയും പറഞ്ഞു വിടുന്നു എന്നുമ്പോൾ ഈ ഉപ്പുണ്ടായിരുന്നു പോക്കറ്റിൽ, അതിൽ താഴെ ഇട്ടു. അപ്പോൾ അത്ഭുതം സംഭവിച്ചു. ഇവിടെ എന്ത് ദൈവമഹത്വമാണ് വെളിപ്പെട്ടത്? ഉപ്പ് മഹത്വമാണോ? ഇത് സാക്ഷ്യമായിട്ട് വരികയാണ്. ഇത് കേൾക്കുന്നയാൾ പോക്കറ്റിൽ ഇത്തിരി ഉപ്പുമായിട്ട് വിസയ്ക്ക് പോകാം എന്ന് ധരിക്കില്ലേ? കൗൺസിലിങ്ങിന് പോകാൻ ധരിക്കില്ലേ? പരീക്ഷയ്ക്ക് പോകുമ്പോൾ കാശിരൂപം കൈ കൊണ്ടുപോകില്ല. അനവാൽ മോതിരം പോലെ ഈ കാശിരൂപം നടക്കില്ലേ? മാമുദീസ വഴി ദൈവത്താൽ മുദ്ര ചെയ്യപ്പെട്ടവരാണെന്ന പരമാർത്ഥം നിലനിൽക്കെ, നിങ്ങളുടെയും എന്റെയും നെറ്റിയിൽ വിശുദ്ധ കുരിശിന്റെ അടയാളമുണ്ടെന്നിരിക്കെ, ആത്മാവിൽ മുദ്രിതരാണെന്നിരിക്കെ, ആത്മാവിൽ മുദ്രിതരും സ്വതന്ത്രരുമായ നമ്മെ ഒരു വസ്തുവിലേക്ക് വീണ്ടും കേന്ദ്രീകരിക്കുന്ന കേവല പ്രവൃത്തികൾ നാട്ടിലിങ്ങനെ പ്രചാരം നേടുന്നു. അതുകൊണ്ടാണ് പറയേണ്ടി വരുന്നത്. ഇതേപോലെ നിരവധി കേൾക്കാം. ആശുപത്രി കിടക്കുകയായിരുന്നു, കോമ സ്റ്റേജിലായിരുന്നു, സംസാരിക്കാൻ ശേഷി കിട്ടില്ല, നടക്കാൻ പറ്റില്ലെന്നാണ് പറഞ്ഞിരുന്നത്. പച്ചയും നീലം തിരികെ എത്തിവെച്ച് പ്രാർത്ഥിച്ചു. ഈ ഉപ്പ് കലക്കിയ വെള്ളത്തിൽ കുളിക്കാൻ കൊടുത്തു. ശരീരത്തിൽ തൈലം പൂശി കാശിരൂപം വെച്ച് പ്രാർത്ഥിച്ചു. ആള് സുഖപ്പെട്ടു. 1 മാസം കൊണ്ട് സുഖപ്പെട്ടു. നമ്മൾ കേട്ടുള്ള സൗഖ്യം എങ്ങനെയാണ്? അത്ഭുത പ്രവൃത്തി. പത്രോസും യോഹന്നാനും പറയുന്നു യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടന്നു. ഇതങ്ങനെയൊന്നുമല്ല. ഇത് ക്രമമായി ആശുപത്രി കിടന്ന് ചികിത്സിച്ച് വരുന്ന ആളാണ്. ദൈവം എല്ലാറ്റിൻ്റെയും പുറകിൽ ഇടപെടുന്നുണ്ട്. ദൈവിക ശക്തിയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തനക്ഷമമാകുന്നത്. ഇതിലൊന്നും ഒരു തർക്കമുള്ള കാര്യമില്ല. യേശു തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ മാതാവിനെ കേന്ദ്രീകരിച്ചാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ കത്തോലിക്കമാകുമെന്ന് ധരിച്ച് മാതാവിനെ കൂട്ടിപ്പറയും. യേശുവാണ് എല്ലാം ചെയ്യുന്നതെന്ന് പറയും. ദൈവത്തിന് നന്ദി എന്ന് പറയും. ദൈവം ഇതൊക്കെ പ്രവർത്തിച്ചത് ഇന്ന ആളിലൂടെയാണെന്നും ഇന്ന സ്ഥലത്താണെന്നും പറയും. അങ്ങനെ എല്ലാവരും ഇന്ന സ്ഥലത്ത് വന്ന് ഇന്നത് ചെയ്താൽ എല്ലാവർക്കും ഇതൊക്കെ കിട്ടുമെന്ന് പറയുകയും ചെയ്യുന്നത് പരസ്യമാണ്, സാക്ഷ്യമല്ല. അതുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്ന സാക്ഷ്യാനുഭവങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ, അത്ഭുത സാക്ഷ്യങ്ങൾ, വാസ്തവത്തിൽ ഒന്നാന്തരം ആത്മീയ കച്ചവടത്തിന്റെ പരസ്യ പ്രചാര വേലയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇത്തരം പരസ്യ പ്രചാര വേലകൾ ചെയ്ത് ഇത്തരം ആളുകൾ ആൾദൈവങ്ങളായും യഥാർത്ഥ ദൈവിക സങ്കേതങ്ങളായും തങ്ങളെ തന്നെ പ്രഖ്യാപിക്കുകയാണ്. ഇതൊരു എലിക്കണി പോലെ ഇന്ന് ആയിത്തീർന്നിട്ടുണ്ട്. അശരണരും കഷ്ടപ്പെടുന്നവരും രോഗികളും വേദനിക്കുന്നവരും ദരിദ്രരുമായ അനേകർ യഥാർത്ഥ വിശ്വാസത്തിന് പകരം ഈ വിശ്വാസക്കുടുക്കിൽ ചെന്നപ്പെടുന്നുണ്ട്. ഇത് അന്ധവിശ്വാസമാണ്. അന്ധവിശ്വാസവും അനാചാരവുമാണ്. അന്ധവിശ്വാസവും അനാചാരവും പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങളെ സാക്ഷ്യമായി സ്വീകരിക്കരുത് എന്നതാണ് കേൾക്കുന്നവരോട് പറയാനുള്ളത്. ഇനി നമ്മൾ അങ്ങനെ പറയുന്നവരാകരുത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന നിരവധി കാര്യങ്ങളുണ്ട്. നിങ്ങൾ ശ്വസിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ജീവിക്കുന്നതുമെല്ലാം ദൈവിക പ്രവൃത്തിയാണ്. അത് സാക്ഷ്യപ്പെടുത്തേണ്ട കാര്യമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ മാറ്റം ഉണ്ടാകുന്നുണ്ടോ? നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ടോ? നിങ്ങളുടെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ നിങ്ങളല്ലാതായി മാറും. നിങ്ങളുടെ എല്ലാ ഷാഢ്യങ്ങളിൽ നിന്ന് നിങ്ങൾ വിമോചിതരാകും. അപ്പോൾ നിങ്ങൾ വേറൊരു മനുഷ്യനാകും. ആ വേറൊരു മനുഷ്യനായ ലോകത്ത് ജീവിക്കുമ്പോഴാണ് സാക്ഷ്യമാകുക. അതിന് നിങ്ങൾ ഉരിയാടേണ്ട കാര്യമില്ല. അഥവാ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. അങ്ങനെയല്ല സ്ത്രീഹന്മാരൊക്കെ അവർ സീസറിന്റെ മുമ്പിൽ നിൽക്കും, ന്യായാധിപ സംഘങ്ങൾക്ക് മുമ്പിൽ നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് സാക്ഷ്യം പറയാനുള്ള അവസരമായിരിക്കും. അപ്പോൾ എന്ത് പറയണമെന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതില്ല. എൻ്റെ ആത്മാവ് നിങ്ങളിലൂടെ
സംസാരിക്കും. അതാണ് സാക്ഷ്യം. ആനുകാലിക ലോകത്ത് വിശ്വാസത്തിന്റെ സാക്ഷികളാകാൻ ജീവിത സാക്ഷ്യമുണ്ടാകണം. ജീവിത സാക്ഷ്യം പറയേണ്ടതല്ല, ജീവിച്ചു കാണിക്കേണ്ടതാണ്. നിങ്ങൾ ആ സാക്ഷ്യത്തെ പ്രതി ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ അത് ഏറ്റുപറയുമ്പോൾ യഥാർത്ഥ വിശ്വാസം പ്രഘോഷിക്കപ്പെടും. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ അത്ഭുത സാക്ഷ്യങ്ങളും അടയാളങ്ങളും വാസ്തവത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്നവയാണ്. പത്രം ചമ്മന്തി അരച്ച് കഴിച്ചു സുഖപ്പെട്ടെന്ന് പറയുന്നവരും അത്തരത്തിൽ അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും പോവുകയാണ്. മണ്ണ് വെഞ്ചരിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ടാൽ കച്ചവടം നടക്കുമെന്ന് പറയുന്ന ബോഷ്കിലേക്ക് പോവുകയാണ്. മന്ത്രവാദ സമാനമായിട്ട് മാറുകയാണ് നമ്മുടെ വിശ്വാസ ജീവിതം. അതിൽ നമുക്ക് മോചനമുണ്ടാകണം. യഥാർത്ഥ വിശ്വാസത്തിലേക്ക് തിരിയണം. വ്യക്തികളിലേക്കും പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലേക്കുമല്ല, കർത്താവിൻ്റെ ബലിപീഠത്തിലേക്ക്, ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് നമ്മെ തന്നെ എടുത്തു വയ്ക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.